സണ്ണി ജോസഫ് അദ്ദേഹമാണ് കെ സുധാകരനെ ഒതുക്കിയതിന് കാരണമെന്നൊരു പ്രാദേശിക നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ എന്തെങ്കിലും വാസ്തവമുണ്ട്? വടിവാളുമായി വണ്ടിയിൽ യാത്ര ചെയ്ത് ബൂത്തിൽ കയറി ഓരോ ബൂത്തിൽ പോയി കള്ളവോട്ട് ചെയ്യുന്ന സാഹചര്യം കണ്ടുവരുന്നുണ്ട്. 5 ചെറുപ്പക്കാരെ കുരുതി കൊടുത്തപ്പോഴും പിണറായിയുടെ മക്കളൊക്കെ പഠിച്ചിരിക്കുന്നത് ശാസ്ത്രീയ കോളേജിലാണെന്നും തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. സണ്ണി ജോസഫ് അദ്ദേഹമാണ് കെ സുധാകരനെ ഒതുക്കിയതിന് കാരണമെന്നൊരു പ്രാദേശിക നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പ്രത്യേകിച്ച് അങ്ങ് സുധാകരനുമായിട്ട് വളരെ അടുത്ത ബന്ധം. സണ്ണി ജോസഫ് സുധാകരൻ ഏറ്റവും വലിയ നാടൻ ഭാഷ പറഞ്ഞ് പൊട്ടി നോക്കിയത്. അത് ശരി. സണ്ണി ജോസഫ് വാട്ട് ഈസ് സണ്ണി ജോസഫ്? നത്തിങ്. സണ്ണി ജോസഫ് ഞാനൊക്കെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്. വലിയ സജീവമൊന്നുമല്ല. MK രാഘവൻ MP ആയിരുന്നു അന്നത്തെ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്. ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്. അന്ന് MK രാഘവൻ MPയുടെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം നന്നായി കുടുംബത്തെ നോക്കി, കുടുംബക്കാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത്, തൻ്റെ തൊഴിലും ചെയ്ത്, കോടതിയും കഴിയുന്ന സമയം പാർട്ട് ടൈം രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ എന്താ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സുധാകരനോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സുധാകരൻ്റെ രാഷ്ട്രീയ കടന്നുവരവിൽ ഒരു ജില്ലാ തലത്തിൽ പോലും അറിയപ്പെടുന്ന ഒരു നേതാവുണ്ടായില്ല. അന്ന് സുധാകരനെ ഏറ്റവും മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആൾ മമ്പർ ദിവാരനാണ്. അന്ന് കണ്ണൂരിൽ അറിയപ്പെടുന്ന നേതാവ് മമ്പർ ദിവാരനാണ്. മമ്പർ ദിവാരനാണ് സുധാകരനോടുന്ന എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്ത് ചെയ്ത് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു ടീമിൻ്റെ ഭാഗമായി സണ്ണി ജോസഫ് കടന്നു വരിക. മലയോരത്തുനിന്നുള്ള ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ആളെന്ന രീതിയിൽ സുധാകരനെ കൂടെ നിൽക്കുക ഒരു നേതാക്കന്മാരാണ്. തലയെടുപ്പുള്ള നേതാക്കന്മാർ മുഴുവൻ സുധാകരനെതിരായിരുന്നു ആ സംഘടനാ തെരഞ്ഞെടുപ്പ്. സണ്ണി അതിൻ്റെ കൂടെ ചേരുന്നു. സണ്ണി വന്നു, സുധാകരൻ കഴിഞ്ഞപ്പോൾ സുധാകരൻ എന്ത് വേണം? സുധാകരൻ എപ്പോഴും സുധാകരനോട് വിധേയത്വം പുലർത്തുന്ന ഒരാൾ വേണം. അങ്ങനെ സണ്ണി ജോസഫ് ഗുഡ് ഫോർ നത്തിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും അദ്ദേഹം വലിയ അമാനുഷനോ അല്ലെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വിജൃംഭിച്ച ഒന്നുമല്ല. അദ്ദേഹം ഒരു എഫേർട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഇന്നുമുള്ള വിശ്വാസം. ഒറ്റ ചോദ്യം കൂടി, അതായത് കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി നിലം പതിച്ചു എന്നൊരു ധാരണയിൽ നിൽക്കുമ്പോഴാണ് മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇനി കോൺഗ്രസിന് തുടർ ഭരണം ഉണ്ടാകുമോ? അവരുടെ ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? കോൺഗ്രസിന് അവസാനമായിട്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സീനറി നോക്കുമ്പോൾ നമുക്കറിയാം, സിനോറിയയിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ അത് ഇത്തവണ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളും തകർന്നുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ അതിൻ്റെ തകർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അത് കുറച്ചു കാലം കൂടെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അത് ഒരുപക്ഷെ ഈ 5 കൊല്ലങ്ങൾക്കിടയിൽ ഇത് താഴേക്ക് വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ അവരുടെ നയപരിപാടികൾ, അതിനകത്തുള്ള ഇൻ പാർട്ടി ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ഇപ്പം അവരുടെ ഹണിമൂൺ പീരീഡാണ്. ഹണിമൂൺ കഴിഞ്ഞാൽ അവർ യഥാർത്ഥ സ്വരൂപം കാണിക്കും. ഇപ്പോഴുതന്നെ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല, മുഖ്യമന്ത്രി അറിയാതെ ആഭ്യന്തരമന്ത്രി ചെയ്യുന്നു, ആഭ്യന്തരമന്ത്രി, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം എന്നാലും ഭരണരംഗത്ത് ഒരു ചെറിയ പ്രതിസന്ധി വരുന്ന ദിവസങ്ങളിലുണ്ടാവും. പ്രത്യേകിച്ച് സതീശൻ അഡ്ജസ്റ്റ് ചെയ്യില്ല. സതീശൻ്റെതായ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സീനിയർ നേതാക്കന്മാരൊക്കെ തന്നെ സതീശന്റെ ഒപ്പം ആരാളുള്ളത്? 6 MLA മാത്രമേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ഹൈക്കമാൻഡ്, കാരണം ഹൈക്കമാൻഡിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹത്തിന് അനുകൂലമായി വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. മറുഭാഗത്ത് മുതിർന്ന ചില നേതാക്കൾ. അങ്ങനെ വരുമ്പോൾ സതീശൻ എത്രകാലം ഹൈക്കമാൻഡ് അവസാനം സമ്മർദ്ദത്തിൽ പെട്ടുപോയിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഹൈക്കമാൻഡ് ആ തീരുമാനം എടുത്തിരുന്നതിന് സതീശൻ MLA സ്ഥാനം രാജിവെക്കായിരുന്നു എന്നെൻ്റെ വിശ്വാസമാണ്. സതീശൻ മാറി നിൽക്കുകയായിരുന്നു. മന്ത്രിസഭയിൽ ചേരില്ല, മാറി നിൽക്കും എന്നുള്ള അതിനനുസരിച്ച് ഘടകകക്ഷികൾ വെച്ച് സതീശനോടൊപ്പം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. സതീശൻ വേണമെന്ന് പിടിവാശിയോ അല്ലെങ്കിൽ അതിന് സമ്മർദ്ദം ചെലുത്തിയത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വേണു തന്നെ ആയിരിക്കും. കാരണം വേണു എന്നാണല്ലോ ഹൈക്കമാൻഡ്. വേണുവാണല്ലോ ഹൈക്കമാൻഡ്. വേണുവിന് പക്ഷേ പറ്റിയ തെറ്റ്, വേണുവിന് അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് സുധാകരനൊരു അവസരം കൊടുക്കണമായിരുന്നു അല്ലേ? അത് എല്ലാം വേണുവിന് അവസരം കൊടുക്കണമെന്നല്ല. വേണു അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ വന്നു നിന്ന്, അത് 2 റിസ്ക്കാണ്. നിങ്ങൾ അറിയേണ്ടത്, വേണു മത്സരിച്ച് അവിടെ ജയിച്ചാൽ അവിടെ MP സ്ഥാനം എനിക്ക് കിട്ടണമെന്നില്ല. ഇല്ല, അവിടെ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോലെ ജയിച്ചാൽ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം
വലിയ റിസ്ക്കാണ് വേണു മത്സരിക്കുന്നത്. വേണു ഇതുപോലത്തെ ചില തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാനിലെ MP സ്ഥാനം നഷ്ടപ്പെട്ടത്. ഇവിടെ തന്നെ മത്സരിച്ചാൽ മതി. ഇവിടെ മത്സരിക്കുന്നതിന് പകരം രാജസ്ഥാൻ MP ആയി ഇവിടെ വേറെ ആളെ മത്സരിപ്പിച്ച് തോറ്റതിന് ശേഷം വീണ്ടും വന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ വേണുവിൻ്റെ നയപരിപാടികൾ ശരിക്കും വേണുവിനൊരവസരം ഒരു വർഷം മുന്നേ സുധാകരനുമായി സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ ഗ്രൂപ്പ് പൊളിറ്റിക്സ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, ഹെലികോപ്റ്ററിൽ വന്ന് മുഖ്യമന്ത്രി ആവണോ അല്ലെ കാറിൽ സഞ്ചരിച്ച് മുഖ്യമന്ത്രി ആകണോ എന്നുള്ള തർക്കമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് VD സതീശനാവണോ അല്ലെങ്കിൽ വേണു ആവണോ എന്നുള്ള തർക്കമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനന്ന് ചോദിച്ചു നിങ്ങൾ മത്സരിക്കാം, അപ്പം പറഞ്ഞു ഞാൻ മത്സരിക്കും, എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഡൽഹി രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, ഞാൻ അവിടെ അൺഫിറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. കാരണം പാർലമെൻറ്റിൽ ഏറ്റവും കുറവ് പ്രസൻസ് ഉള്ള അറ്റൻസ് ഉള്ള ആള് സുധാകരൻ. ഇന്നുവരെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞായിട്ടൊന്നും അറിയില്ലല്ലോ. ഈ 10 വർഷം MP ആയിട്ടും കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവന നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്തൊക്കെ ഒരു സംഭാവന അദ്ദേഹത്തെ ചൂണ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്തതാണ്. കുറേ ഹൈലൈറ്റ് മാസ്ലൈറ്റാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്തും തീരുമാനിക്കാനുള്ള അദ്ദേഹം MP ആയിരുന്നില്ലേ ആ കാലത്തൊന്നും അദ്ദേഹം എന്താണ് ചെയ്തതെന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഒരു പരാജയപ്പെട്ട MP കൂടിയാണ്. ഇനി അദ്ദേഹം ഒരു 2-3 കൊല്ലം ഉണ്ടാകും, 3 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് വിശ്രമ ജീവിതത്തിൽ പോകുന്നതായിരിക്കും അദ്ദേഹം നല്ലത്. ഞാനും അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ അധികം ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഡൽഹിയിൽ കുടുംബസമേതം താമസിക്കുക, അധികം ഇവിടുത്തെ രാഷ്ട്രീയമൊന്നും തല കൊടുക്കണ്ട. അതിനിടയിൽ വീണ്ടും വന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ ആരും ഗൗരവത്തിൽ എടുക്കുന്നില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവുന്ന കാര്യത്തെ പോലെ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വിലയും കൊടുത്തില്ല. അദ്ദേഹം വേണുവിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ വേണു അടക്കമുള്ള ആളുകളാണ് ഇദ്ദേഹത്തെ സൈഡാക്കിയത്. പിന്നെ അവസാനം അദ്ദേഹം ആവില്ല എന്ന് കണ്ടപ്പോൾ സതീശൻ ആവാതിരിക്കാൻ അദ്ദേഹം വേണുവിന്റെ പേര് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്തു എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരാളെ പോലും ഒരു സ്റ്റാഫിൽ പോലും കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതെ. ഒറ്റ ചോദ്യം കൂടി, അതായത് ഈ കമ്മ്യൂണിസം, അത് താങ്കൾ കണ്ണൂർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തിൻ്റെ ഒരു കോട്ട കണ്ണൂരാണ്, ആലപ്പുഴ കണ്ണൂർ. അപ്പോൾ കമ്മ്യൂണിസം നിലനിന്നിരുന്ന എല്ലാ രാജ്യങ്ങളും കമ്മ്യൂണിസത്തെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ അതാണ് സ്ഥിതി. ഇനി കമ്മ്യൂണിസത്തിന് പൂർണ്ണമായ ഒരു തകർച്ചയാണോ കേരളത്തിലുണ്ടായത്? ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ? ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ഇതിന് ഏതൊരു നേതാവായിരിക്കും നയിക്കുന്നത്? അതോ കണ്ണൂരിലൂടെ അവസാനിച്ചോ? കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂരിലല്ല കേരളത്തിൽ തന്നെ CPM-ൻ്റെ തകർച്ച ഏകദേശം ഒരു 75% കഴിഞ്ഞു. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി CPM-ൻ്റെ സാമ്പത്തിക സ്രോതസ്സും CPM-ൻ്റെ അണികൾക്ക് സുരക്ഷിതത്വവും കേരളത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പം പാർട്ടി ഗ്രാമം തന്നെയാണ്. കണ്ണൂരിൽ ഒരു പഞ്ചായത്തിനകത്ത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ, ഒരു ഏരിയ കമ്മിറ്റിയിൽ, ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു 100-200 പേർക്ക് ഇന്നും സുരക്ഷിതമായ ജീവിതമാർഗമുള്ള പാർട്ടിയാണ്. സഹകരണ മേഖല, അവരുടേതായ സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു 200 കേഡേഴ്സ് അവർക്കുണ്ട്. പെയ്ഡ് കേഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സഹകരണ സ്ഥാപനമുണ്ട്, കോപ്പറേറ്റീവ് സെക്ടറിൽ അവർ വർക്ക് ചെയ്യുന്നു. അവർക്ക് 1 രൂപ പോലും ചെലവില്ലാതെ ഒരു സഹകരണ സ്ഥാപനത്തിലെ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ 200 വർക്കേഴ്സ് ഉണ്ട്. 200 വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ജീവനക്കാരാണ്. ശരി. അവരിൽ നിന്ന് ഒരു മാസത്തെ സാമ്പത്തിക വരുമാനം നിങ്ങൾക്കറിയാം. അവർ കൊടുക്കേണ്ട ലെവി ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു 6-7 ലക്ഷം രൂപ മാസത്തിൽ വരുമാനമുണ്ട് ഒരു ലോക്കൽ കമ്മിറ്റി. പല രീതിയിൽ ലെവിയുണ്ട്. ഉദ്യോഗസ്ഥന്മാർ NGOസിൽ നിന്നുള്ള ലെവിയുണ്ട്, ബാങ്ക് സ്റ്റാഫിൽ നിന്നുള്ള ലെവിയുണ്ട്, അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളിൽ നിന്ന് ലെവിയുണ്ട്. അങ്ങനെ 6-7 ലക്ഷം രൂപ സാമ്പത്തിക വരുമാനമുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയെ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തകർക്കാൻ കഴിയില്ല. സഹകരണ മേഖലയുടെ തകർച്ച കേരളത്തിലുണ്ടായാൽ അത് CPM-നെ ബാധിക്കും. പക്ഷെ പാർട്ടിയുടെ അണികൾ, പാർട്ടിയുടെ അനുഭാവികൾ, CPM-നെ കഴിയൊഴിഞ്ഞിരിക്കുന്ന ഇന്നും പെയ്ഡായ ആളുകൾ അവരോടൊപ്പം ഉണ്ട്. അത് പെട്ടെന്നൊന്നും അങ്ങനെ സ്വാധീനം കേരളത്തിൽ CPM-നെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വോട്ടൊന്നും ഇനി ഉണ്ടാവില്ല, പക്ഷെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇത് പാർട്ടി ഗ്രാമം എന്ന് ബോർഡ് വെക്കുന്ന സ്ഥലമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആളുകൾ ഇല്ലയെന്നൊക്കെ പറയുന്നതാണെങ്കിലും ബൂത്തിൽ ഇരിക്കാൻ കഴിയാത്ത എത്ര സ്ഥലമുണ്ട്.
ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ 179 ബൂത്തിൽ ഇരിക്കാൻ കഴിയാത്ത സ്ഥലമുണ്ട്. 1139 ബൂത്ത് ഉണ്ടായിരുന്നു കണ്ണൂർ പാർലമെന്റിൽ. അതിനകത്ത് ഇന്നും കോൺഗ്രസ്സുകാരന് ഒരു 100-200 ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നും മലപ്പട്ടം പോലെയുള്ള സ്ഥലത്ത് ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും. പിണറായി പല ബൂത്തിൽ പണ്ടും ഇരിക്കില്ലല്ലോ. ഞാൻ മത്സരിക്കുന്ന കാലത്ത് പിണറായി ബൂത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടിരുന്നു. കാരണം സ്ത്രീകളെ ആക്രമിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ. ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നായ്ക്കുറിനെ പൊടിയും മുള്ളുകൊണ്ടുള്ള വടിയാണ്. ഞാനൊക്കെ ബൂത്തിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ബൂത്തിൽ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ഞാനൊക്കെ ബൂത്തിലിരുന്ന് പ്രവർത്തിച്ച കോൺഗ്രസ്സുകാരാണ്. ഇതിനകത്ത് ജനലിലൂടെ അവർ മുള്ളിൻ്റെ കമ്പുണ്ട്, എന്നിട്ട് കുത്തും, എഴുന്നേക്കാൻ പറയും, എന്നേക്കട അടിക്കടാത്. ഞങ്ങൾ വീണ്ടും പിടിച്ചു നിന്നാൽ ഇതിലൂടെ നായ്ക്കൊപ്പൊടി പാറ്റും. അപ്പോൾ ചൊറിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഓടണം. ഞങ്ങളൊക്കെ ബൂത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. വോട്ടിങ് കഴിഞ്ഞ് ബൂത്ത് പെട്ടി കെട്ടുന്നവരെ ഞങ്ങൾക്ക് സമ്മർദ്ദമായിരിക്കും. ഇതിനകത്ത് ചുറ്റുപാട് ഗുണ്ടകൾ, കൊട്ടേഷൻ ആളുകളാണ് നടക്കുക. വടിവാളുമായി വണ്ടിയിൽ യാത്ര ചെയ്ത് ബൂത്തിൽ കയറി ഓരോ ബൂത്തിൽ പോയി കള്ളവോട്ട് ചെയ്യുന്ന സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അതിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. പണ്ടത്തെ പോലെ ഗുണ്ടകളെ കിട്ടുന്നില്ല, ചെറുപ്പക്കാർ അതിൽ പോകുന്നില്ല. കാരണം നേതാക്കന്മാരെ മക്കൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ജനങ്ങൾ അണികൾ മനസ്സിലാക്കി, അവർ മനസ്സിലാക്കിയത്. ഏതെങ്കിലും നേതാവിന്റെ മക്കൾ ഇതുവരെ ജയിലിൽ കിടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു നേതാവിന്റെ മോന് ഇതുവരെ ഒരു കേസിൽ പ്രതിയില്ല, ബിനീഷ് കോടിയേരി ഒഴികെ. അത് അദ്ദേഹം ഗുണ്ടായിസത്തിന് പോയിട്ടല്ല, രാഷ്ട്രീയത്തിന് പോയിട്ടല്ലോ. ബാക്കി ഒരു നേതാവും സുരക്ഷിതമാണ്. വീണയുടെ വീട്ടിൽ ആക്രമിക്കാൻ പോയ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ, SFI പ്രവർത്തകന്മാർ ഇന്നും ജാമ്യം കിട്ടാതെ അവിടെ ഉണ്ടയെല്ലാം നല്ല ഭക്ഷണം കഴിച്ച് ഇപ്പം ജീവിക്കുമ്പോൾ വീണ ഇപ്പോഴും സുഖമാണ്. ബിനീഷ് കോടിയേരിയുടെ, ബിനോയ് കോടിയേരിയുടെ റെയ്ഡ് നടത്തിയപ്പോൾ മക്കൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തില്ല, പാല് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത നാടാണ്. പക്ഷേ ഇപ്പം പാവപ്പെട്ട തിരുവനന്തപുരത്തെ പ്രവർത്തകന്മാർ, പെൺകുട്ടികൾ അടക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലായി. പെൺകുട്ടികളില്ല, 26 പേരും ജയിലിലാണ്. അവരെ ഏതൊക്കെ വകുപ്പെടുത്തിയിട്ട് അവരെന്ത് വെളിയിൽ കാണും എന്ന് നമ്മൾ കണ്ടിട്ട് അറിയാം. ഇതൊരു പാഠമാണ്. അതിനുശേഷം അതൊക്കെ മനസ്സിലാക്കാൻ ഇപ്പം ഡിവൈഎഫ്ഐക്കാർ തയ്യാറാവുന്നുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റീവ് മേഖലയിലെ, കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ, കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ ജീവനക്കാരൊക്കെ ഇപ്പോഴും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നല്ലാതെ പഠിച്ച ഒരു ചെറുപ്പക്കാരനും ഗുണ്ടായിസത്തിന് പോകുന്നില്ല. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള 6 മണി കഴിഞ്ഞാൽ ബസ് ഷെൽട്ടറുകളിൽ ഇവരുടെ കേന്ദ്രമായിരുന്നു. ബസ് ഷെൽട്ടറിനടുത്ത് നാട്ടിൻപുറങ്ങളിലെ കവലകളിലും റോഡുകളിലൊക്കെ തന്നെ ഇവരെ ഈ പൊട്ടി വീണിരിക്കുന്ന ടെലിഫോൺ പോസ്റ്റുകളും കവുങ്ങൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു രാത്രി 11 മണി വരെ എല്ലാ ഗുണ്ടായിസവും എല്ലാ അതിക്രമങ്ങളും ആലോചിക്കുന്ന അവിടെ വെച്ചായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നില്ല ചെറുപ്പക്കാർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണെന്നും നേതാക്കന്മാരെ മക്കൾ ഇവിടെ വന്നിരിക്കില്ല എന്നും നേതാക്കന്മാരെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നും 5 ചെറുപ്പക്കാരെ കുരുതി കൊടുത്തപ്പോഴും പിണറായിയുടെ മക്കളൊക്കെ പഠിച്ചിരിക്കുന്നത് ശാസ്ത്രീയ കോളേജിലാണെന്നും തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ആ തിരിച്ചറിവ് അവരുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അവരുടെ റാങ്ക് ആൻഡ് ഫയൽ, അവരുടെ സാധാ പ്രവർത്തകന്മാർ, പാർട്ടിയിൽ വല്ലാതെ വിശ്വസിക്കുന്ന, ഇന്നും പാർട്ടിയെ നെഞ്ചോട് ചേർത്ത പ്രവർത്തകന്മാർ അവരെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അനുഭാവികൾ അവരെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. കുറേ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുണ്ടാവും. വിജയമാഷ് പറഞ്ഞ പോലെ പാർട്ടി ഉണ്ടാവും, പക്ഷെ പാർട്ടിയിൽ അണികളോ പാർട്ടിയിൽ പ്രവർത്തകന്മാരോ ഉണ്ടാവില്ല. പാർട്ടി എന്നുള്ള പേരുണ്ടാവും, CPM ആണ്, പക്ഷെ അതിനകത്ത് പണിയെടുക്കാൻ ആളുണ്ടാവില്ല. അതാണ് ഇപ്പം നടന്നു വരുന്നത്. ചോദ്യം ചെയ്യുക, ഇപ്പോൾ MA ബേബിയുടെ പ്രസ്താവന കണ്ടില്ലേ, അന്ന് ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കണ്ട്. ഞാൻ ചോദിക്കുക, അയാളൊരു ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെയാണ് തരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയെ അന്ന് എതിർക്കേണ്ടതായിരുന്നു. അങ്ങനെ എതിർക്കാൻ പാർട്ടിയിൽ പറ്റുമോ? അല്ല, അതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. CPM പോലെയുള്ള പാർട്ടിയിൽ നേതൃത്വത്തിന് എതിർക്കാൻ പറ്റുമോ? എതിർത്തവർ പാർട്ടിക്ക് പുറത്തോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുള്ള പാർട്ടിയല്ലേ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയേക്കാളും താഴെ രീതിയിലാണ് നമുക്കൊക്കെ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെ കാലത്തൊക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാനൊക്കെ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയും അദ്ദേഹം SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. CP ജോൺ, P ശശി, അതുപോലെ മത്തായി ചാക്കോ, ഇങ്ങനെയുള്ള ആളുകൾ, സുരേഷ് കുറുപ്പൊക്കെ ആയിരുന്നു നമ്മുടെ സമകാലീനന്മാരായ അന്നത്തെ രാഷ്ട്രീയക്കാർ. അവരൊക്കെ ഇങ്ങനെ വിവരക്കേട് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നത്. അദ്ദേഹം ഇവരുടെ ബിനാമിയാണല്ലോ. പിണറായിൽ കവിഞ്ഞ് ചിന്തിക്കാൻ കഴിയാത്തൊരു മനസ്സ്, പിണറായിയെ മാറ്റി നിർത്താൻ കനത്ത പരാജയം ഏറ്റിട്ട് പോലും അത് മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ അവര് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും അദ്ദേഹം ഏറ്റെടുക്കണത്.
അദ്ദേഹത്തിൻ്റെ മാത്രം, ഞാൻ പറയും പാർട്ടിയുടെ തകർച്ച മാത്രം, അദ്ദേഹത്തിൻ്റെ നയപരിപാടികളുടെ പാളിച്ചകൾ മാത്രമാണ് കേരളത്തിൽ ഇത്രമാത്രം ആഘാതം വർദ്ധിപ്പിച്ചത്. ആഘാതമായത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ. അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ ആർക്കും സാധിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏകാധിപതിയാണ്. അല്ല, ചോദ്യം ചെയ്യുന്നുണ്ട്, പക്ഷേ തിരുത്തൽ തയ്യാറല്ല. ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? ചോദ്യം ചെയ്താൽ പിറ്റേന്ന് വരെ അവർ പിന്നെ അത് പാർട്ടിയിൽ ഉണ്ടാവില്ല. അല്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ വ്യക്തികൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ആരാണ് പാർട്ടി? ഈ വ്യക്തികൾ തന്നെയാണ്. ഈ വ്യക്തികളല്ലേ അടങ്ങുന്നതല്ലേ പാർട്ടി? വ്യക്തികളല്ലേ പാർട്ടിയുടെ നയപരിപാടികൾ? ഞാൻ ചോദിക്കുക, പിണറായി വിജയനെതിരെ സംസാരിക്കാൻ, പിണറായി വിജയൻ്റെ തീരുമാനത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കാൻ ഈ കാലത്ത് ആർക്കൊന്നും സാധിച്ചില്ല. ഈ 10 വർഷക്കാലം പിണറായി വിജയൻ മാറി ശൈലജ ടീച്ചറായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തിരുന്നെങ്കിൽ അല്പമെങ്കിലും മെച്ചപ്പെടുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ശൈലജ ടീച്ചറെ മൂലക്കിരുത്തിയില്ലേ? എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും. അതൊന്നും നടന്നില്ല. പിണറായി വിജയനല്ലേ ആൾ. അദ്ദേഹം വളരെ എന്താ പറയുന്നത്, ഏകാധിപത്യ മനസ്സുള്ള രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമുക്കറിയില്ല, അദ്ദേഹം ഒരു എന്താണെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു പ്രകൃതമാണ്. പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ആരും ധൈര്യം കാണിക്കുക. പലപ്പോഴും അദ്ദേഹത്തിന് അടുത്ത് പോലും പലരും പോകാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 1-2 മരണ വീടുകളൊക്കെ കണ്ടാൽ അദ്ദേഹത്തിന് അടുത്ത് പോകാൻ അവരുടെ പാർട്ടിയുടെ ഒരു സെക്കൻഡ് ലീഡർഷിപ്പ് ആളുകൾക്ക് പേടിയാണ്. അതൊന്നും എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരു മരണ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അടുത്ത് പോലും ആരും വരുന്നില്ല. ഞങ്ങൾക്കിപ്പം പിണറായി വിജയനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങളിങ്ങനെ അടുത്തടുത്തിരിക്കുന്നു. എല്ലാവരും വലിയ ഏരിയ സെക്രട്ടറിമാരൊക്കെ ഇങ്ങനെ ദൂരെ വച്ചാൻസ്. അതെന്താണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഭയം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എടുക്കാൻ പറ്റാത്ത ഒരാളാണെന്ന്. സംതിങ് ദോഷം ചെയ്തു. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെയല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് ആശയപ്രകാരം ഒരു പൊതുപ്രവർത്തകൻ ജലത്തിലെ മത്സ്യത്തെ പോലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതെങ്ങനെ ഊളിയിട്ട് പോകണമെന്നാണ് പറയാം. ശാസ്ത്രമൊക്കെ പഠിച്ചത്. അങ്ങനെയുള്ള ഒരു ജനങ്ങളെ മാറ്റി നിർത്തി, അകറ്റി നിർത്തി ജനങ്ങളെ എല്ലാവരും വെറുപ്പിച്ചു. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് LDF വന്ന് എല്ലാം ശരിയാക്കി ആളുകളെ അകറ്റി നിർത്തി, മാറ്റി നിർത്തി. അണികൾക്ക് പോലും വിശ്വാസം ഇല്ലാതായി. പിന്നെ അണികളിൽ പോലും ഒരു ചിന്ത വന്നു, എന്തിനു വേണ്ടി ഇതിങ്ങനെ ചെയ്യുന്നു? കാരണം അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, അദ്ദേഹം വലിയ സമ്പത്ത് കുന്നുകൂട്ടി എന്ന് വിശ്വസിക്കുന്ന നിരവധിയായ പാർട്ടികളുണ്ട്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം വിദേശയാത്രയിൽ അദ്ദേഹം ഫ്ലൈറ്റ് ടിക്കറ്റ് കഴിയുകയെ ബാക്കി ഒന്നും തന്നെ ഇല്ല, അദ്ദേഹത്തിന്റെ കണക്കില്ല. അതെ അതെ. താമസിച്ചത് എവിടെയാണെന്ന്, കടത്തിണ്ണയിലോ മറ്റോ എവിടെയായിരുന്നു, ആരുടെ കൂടെയായിരുന്നു എന്നില്ല. അല്ല, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ 13 ദിവസങ്ങൾ ഇന്നും അജ്ഞാതമുണ്ട്. അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് അതൊക്കെ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങളായിരിക്കും. അദ്ദേഹത്തിന്റെ എന്താ പറയുക, നേരത്തെ അച്യുതാനന്ദൻ പറഞ്ഞ് വെറുക്കപ്പെട്ട ചില ടീമായിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട അങ്ങനെയുണ്ട്. അച്യുതാനന്ദന്റെ ചില പദങ്ങളുണ്ടല്ലോ, വെറുക്കപ്പെട്ടവരുണ്ടാവും. പിന്നെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, എന്താ പറയുക, മാറ്റി നിർത്തേണ്ട ചില ആളുകളുണ്ടാവും. അവരൊക്കെ ആയിട്ടുള്ള സംസർഗം ഉണ്ടാവും. അല്ലാതെ അദ്ദേഹം ഈ ഒരു ദിവസം പോലും അദ്ദേഹം താമസിച്ചതിൻ്റെ രേഖയില്ല. അദ്ദേഹം ഏതെങ്കിലും വലിയ കുത്തക മുതലാളിമാർ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ വിദേശത്തുണ്ട്, അവരുമായിട്ട് ആരും ചേർന്നിട്ടുണ്ടാവും. അത് പുറത്തു വന്നേക്കാം. അതൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ അധികാരവും ഉപയോഗിക്കാൻ പറ്റിയ നേതാക്കന്മാരും ഉപയോഗിക്കാൻ പറ്റിയ മുതലാളിമാരും കേരളത്തിലുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ തണലിൽ വളർന്നവരുണ്ട്, നിലനിൽക്കുന്നവരുണ്ട്, ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരില്ലേ. പലയിടങ്ങളിലും ED ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ED വരട്ടെ, ED എവിടെ എത്തും നമുക്ക് കാണാം. എന്തായാലും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയിട്ടുണ്ട്. ആൻസറബിൾ ആയിരിക്കും ഇവർക്കൊന്നും. ഇവരെപ്പോഴും പറയുന്ന പദമുണ്ടല്ലോ, മടിയിൽ കനവില്ലാത്ത. മടിയിൽ കനവില്ലെങ്കിൽ എന്തിനാണ് ബേജാറായിട്ട് ജനങ്ങളോട് പഴയ സിനിമയിലൊക്കെ പറയുന്നത്, എല്ലാവരും ഓടിക്കൂടൂ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന പോലെ ഇതാ എന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി നിങ്ങൾ ചെയ്യുമെന്ന് പുറത്തിറങ്ങി പറയുക, എന്നെ ചോദ്യം ചെയ്തില്ല, എൻ്റെ മകളെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ പിണറായിലെ വീട്ടിലൊക്കെ നേതാക്കന്മാർ കാണിച്ച അക്രമം ഉണ്ടായില്ല എന്നല്ലേ ഉള്ളൂ. ഈഡിക്ക് മുർദാബാദ് വിളിച്ച് ഈഡിനെ തെറി വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം, ഒരുപക്ഷെ അന്ന് ഈ പ്രകോപനം ഉണ്ടാകാതെ ഇരുന്നെങ്കിൽ ED ഇത്ര ദ്രുതഗതിയിൽ അതിനൊരു സ്ലോ പ്രോസസ് ആയിരിക്കും.
പിന്നെ അതവർക്കൊരു ആത്മാഭിമാനമായില്ലേ. അത് മാത്രമല്ല, ഇനി മറ്റേതെങ്കിലും ഒരിടത്ത് ഇതുപോലെ റെയ്ഡിന് പോകുമ്പോൾ ഇതുപോലെ ഒരു ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ അത് അവിടെയും ഇനി അത് വരുമ്പോഴേ പിന്നെ ആളുകൾക്ക് ഇപ്പം ബോധ്യമായല്ലോ. ഇന്നലെ ഇഡിയുടെ മുന്നിൽ പോകുമ്പോൾ ഭർത്താവ് മാത്രമേ ഉള്ളൂ. നേരത്തെ അണികളെ കൂട്ടി ഇതാ എനിക്ക് ചുറ്റും പണ്ട് നായ വരുന്നു എന്നെ ചുറ്റും കൂടുമെന്ന് പറഞ്ഞ പോലെ എന്നെ പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടല്ലേ. നിങ്ങൾ നേതാവാണെങ്കിൽ അതിനെ സധൈര്യം നേരിടണ്ടേ. അങ്ങനെയല്ലേ പല നേതാക്കന്മാരും നേരിട്ടത്. അത് എന്തായാലും പിണറായിക്ക് ദോഷം ചെയ്തു. പിണറായിയുടെ ഇമേജ് വളരെയധികം താഴോട്ടാണ്. എന്തായാലും അദ്ദേഹത്തെ അണികൾ പോലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. CPM ഒരു തിരിച്ചുവരവ് കേരളത്തിൽ ആദ്യമാണ്. പക്ഷെ പെട്ടെന്ന് ഇന്നോ നാളെയോ തകർച്ച ഉണ്ടാവില്ല. ഞാൻ ഒരു 31 വരുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു ശതമാനം. ഇനി ഒരുപക്ഷെ നേതൃമാറ്റം ഉണ്ടായാൽ തന്നെ സ്വരാജിനെയും AA റഹീമിനെയും പോലെയുള്ള ആൾക്കാരാണ് നേതൃത്വത്തിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് അവരൊക്കെ ലൈറ്റ് വെയിറ്റ് നേതാക്കന്മാരല്ല. അതെ. CPM-നകത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹെവി വെയിറ്റ് നേതാക്കന്മാരുടെ ഒരു പാർട്ടിയാണ് ഹെവി വെയിറ്റ്. ഇത് ഫെദർ വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റിനും താഴെ ഫെദർ വെയിറ്റ്. ഇവരൊക്കെ വാക്കുകൾ തന്നെ പുച്ഛാണ്. ജനത്തിന് അവരൊക്കെ സംസാര ശൈലിയും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുന്നത് ഞാൻ. അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറി. ഇതൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്. BJPക്ക് സ്പേസ് ഉണ്ടാവും. CPM-ന്റെ തകർച്ചയും BJPയുടെ ഞാൻ കാണുന്നത് CPM ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു പാർട്ടി. CPM ഒരു 80% ആളുകൾ ഹിന്ദുക്കൾ ഇന്നും CPM. അവർക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും നാളെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊരു ഷിഫ്റ്റ് വരാൻ പോകുന്നത് BJPക്ക് അനുകൂലമായി വരാൻ പോകുന്നത് CPM. അതുണ്ട് ഇപ്പോഴും. എല്ലാ CPM-ന്റെ വീടുകളിലും BJPക്ക് അനുകൂലമായ ഒരു മനംമാറ്റമുണ്ട്. അത് നിങ്ങൾ പ്രത്യക്ഷത്തിലൊന്നും പറയാം. ഇപ്പം കണ്ണൂരിൽ പോലും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവരുടെ കോട്ടകളിൽ ഞങ്ങൾക്ക് വോട്ടുണ്ട്. അഴീക്കോട് CPM ജയിച്ചതാണ്. അവിടെ 20,000 വോട്ടുണ്ടായി. അവർക്ക് 60,000 50,000 വോട്ടുണ്ട്. എനിക്ക് അവിടെ 20,000 വോട്ട് എനിക്കുണ്ട് അഴീക്കോട്. നിങ്ങൾ അറിയണം, അഴീക്കോട്, ധർമ്മടം, ഇതിനധികം പറയുന്നു പിന്നെ മട്ടന്നൂർ 20,000 വോട്ടുണ്ട് BJPക്ക്. അത് ശരി. കണ്ണൂരിൽ 17,000 വോട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും വോട്ട് ഞങ്ങൾക്ക് ക്രമാനുഗതമായി പെർസെൻറ്റേജ് വെച്ചിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 20% വോട്ടുണ്ട്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ബേസിക് വോട്ട് 20% ഉണ്ട്. അതിൽ നിന്നൊരു 25 30 എത്തിയാൽ ഞങ്ങൾ 31 ഞങ്ങൾക്ക് വലിയ സാധ്യത. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷം UDF-ൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നല് ഹിന്ദു സമൂഹത്തിനുണ്ടായാൽ അതിന്റെ ഗുണവും BJPക്ക് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ന്യൂനപക്ഷത്തെ ഒന്നും മാറ്റി നിർത്തുന്നവരല്ല. ന്യൂനപക്ഷത്തുനിന്ന് അനുകൂലമായ ഒരു ചിന്ത ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ BJP ആണ് അധികാരത്തിൽ. അതുകൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷക്കാർക്ക് BJP ക്രിസ്ത്യാനികളെ ഒരിക്കലും നമുക്ക് അതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളിലാണ് കൂടുതൽ UDF-ന് അനുകൂലമായിട്ട്. അതിൽ ശരിക്കും ഫണ്ടമെന്റലിസ്റ്റുകൾ, അതിൽ ജമാഅത്ത് ഇസ്ലാമി, SDPI പോലെയുള്ള ഭീകരവാദ സംഘടനകൾ പോലും UDF-ന് അനുകൂലമായിട്ടുണ്ട്. അത് ഭൂരിപക്ഷത്തിൽ ആശങ്കയുണ്ടാക്കുകയും അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അവർക്ക് പോകാൻ വേറെ മാർഗമില്ല. അത് ഞങ്ങളോടൊപ്പം വരും. 31 തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണകം നമുക്കുണ്ടാവും. 31 തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള പാർട്ടിയായി മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. തീർച്ചയായും എന്തായാലും BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അത് ഇന്നല്ലെങ്കിൽ നാളെ അനുവദിച്ച സമയത്തിൽ എന്തായാലും 3 MLA-മാർ ഇതുവരെ ഉണ്ടായി. ചരിത്രത്തിൽ 3 MLA-മാരുണ്ടായി. ഒരു കോർപ്പറേഷൻ നമുക്കുണ്ടായി. 3 മുനിസിപ്പാലിറ്റി നമുക്കുണ്ടായി. ഒപ്പം തന്നെ 31 പഞ്ചായത്തുകൾ നമുക്കുണ്ടായി. ഇതൊക്കെ ഒരു 10 വർഷം മുന്നേ നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. 10 വർഷമല്ല, ഒരു 2 വർഷം മുമ്പ് നമുക്ക് രണ്ട് മന്ത്രിമാരുണ്ട് കേരളത്തിൽ. അതെ അല്ലേ? 2 മന്ത്രിമാരുള്ള ഒരു MP ഉള്ള. ഇനി BJPയുടെ ഒരു പ്രവർത്തകനെയും മാറ്റി നിർത്താൻ ഭരണ സംവിധാനത്തിന് സാധ്യമല്ല. ആദ്യമായി അസംബ്ലി മന്ദിരത്തിൽ നമുക്ക് ഒരു ഓഫീസ് ഉണ്ട് അല്ലേ? പണ്ട് നമുക്ക് പോകാൻ കഴിയും. ഇനി സർക്കാരിൻ്റെ ഏത് പരിപാടിയും BJPക്കാരനെ വിളിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും കഴിഞ്ഞ ഇത്ര വർഷക്കാലമായി നിയമസഭയിൽ പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു BJPക്കാരൻ ഒരു പൊതുപരിപാടി വിളിക്കാറില്ല. ഇനി അത് പറ്റില്ല. അതെ, ഞങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അത് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു. BJPക്ക് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാകും എന്നാണ് പ്രതീക്ഷ. BJPയിൽ ചേർന്നതിൽ ഏറെ സന്തുഷ്ടവാനാണ്. എനിക്ക് കിട്ടിയ എല്ലാ അംഗീകാരത്തിനും നേതൃത്വത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നേരത്തെ
അതുകൊണ്ട് പഴയ പാർട്ടിയോട് എനിക്ക് വിരോധമൊന്നുമില്ല. സുധാകരനെ പോലെയുള്ള ആളുകൾ ഇപ്പം സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെ ഒരു കാരണപ്രസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട്. ഇതൊന്നും എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. ശരി. അങ്ങനെ വ്യക്തിബന്ധത്തിലൊന്നും ഞാനങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. ഇഷ്ടംപോലെ എല്ലാ പാർട്ടിയിലും ആളുണ്ട്. ഇപ്പോഴും കോൺഗ്രസ്സുകാരനും KSUക്കാരനും കോൺഗ്രസ്സുകാരനൊക്കെ എന്നെ വിളിക്കാറുണ്ട്, കാണാൻ. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും പിന്നീട് കണ്ടിട്ടുണ്ടോ, വിളിക്കാറുണ്ടോ, ബന്ധമുണ്ടോ? എല്ലാവരും കാണും, പല സ്ഥലത്ത് കാണും. കണ്ടാൽ ഇപ്പോൾ ബെന്നി ബനാനെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഞാനുമായിട്ട് വളരെ അദ്ദേഹം KSU പ്രസിഡന്റാവും ജില്ലാ പ്രസിഡന്റായ ആളാണ്. അപ്പോൾ അത് നല്ല ബന്ധമുണ്ട്. ബെന്നി ബനാൻ എൻ്റെ വളരെ അടുത്ത ആളായിരുന്നു. PT തോമസ്, ജയന്ത്, ലിജു, ഈ പറഞ്ഞ ഷെഫീർ, അങ്ങനെ കുറേ നേതാക്കന്മാർ, കണ്ണൂരിലെ എല്ലാ നേതാക്കന്മാരും കണ്ടാൽ ഇപ്പോഴും കെട്ടിപ്പിടിക്കുകയും അടുത്ത് വരുന്ന ആളുകളേ ഉള്ളൂ. ഞാനങ്ങനെ അവരെ ശത്രുപാളയത്തിൽ നിന്ന് ആരെയും നിർത്തിയില്ല. രാഷ്ട്രീയത്തിൽ CPM-മാരുമായിട്ട് നല്ല സൗഹൃദം. അവർ നിരവധി തവണ എന്നെ ആക്രമിക്കപ്പെട്ടിട്ടും കൊല്ലാൻ ശ്രമിച്ചിട്ടൊക്കെയുള്ള അനുഭവമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ അവർ ശത്രുത കാണിച്ചു. അതാണ് വേണ്ടത്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ ചാരിറ്റി കാര്യങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് അവരിപ്പോഴും സഹായിക്കും, എല്ലാ പാർട്ടിയും. ജീവിതം തട്ടുമുട്ടുമില്ലാതെ പോകുന്നു സ്വസ്ഥമായി. ഞങ്ങളൊരു ആൾക്കാർ വയസ്സായി എന്നുള്ള ചിന്ത വരുന്ന ആളുകളാണ്. പുതിയ തലമുറ വരട്ടെ, എല്ലാ പാർട്ടിയിലും പുതിയ തലമുറ, പുതുരക്തം ഉണ്ടാകട്ടെ. 56 വർഷം മുന്നേ അധികാരത്തിരുന്നവർ വീണ്ടും അതിൽ കടിച്ചു പോകുന്ന കാണുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ 2-3 ആളെക്കുറിച്ച് പരാമർശിച്ചു. ഒന്ന് കണ്ണൂർ MLA ആയിരുന്ന കടന്നപ്പള്ളി രാമേന്ദ്രൻ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അയാൾ MP ആയതാണ്. 7ാം ക്ലാസ് ഇപ്പോഴും മത്സരിച്ചു. 56 വർഷം പാർലമെന്റ് രാഷ്ട്രീയത്തിലുണ്ടായ 56 വർഷം അതിന്റെ ലഹരി വരുന്ന ലഹരി. ഞാൻ അദ്ദേഹത്തെ കണ്ട് 83 വയസ്സായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ആവശ്യത്തിനാണ് നടക്കാൻ പോലും കഴിയാതെ? അധികാരം ഒരു വല്ലാത്ത ഭ്രമല്ലേ. AK ശശീന്ദ്രൻ, അതെ, എത്ര തവണയായി. അങ്ങനെ കുറേ ആളുകൾ അതെല്ലാത്തിലും ഉണ്ട്. 83 വയസ്സ് പിണറായി വിജയൻ തന്നെയാണ്. മാറ്റി നിന്ന് ഒരു ചെറുപ്പക്കാരെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ടായിരുന്നു. തീർച്ചയായും ചെറുപ്പക്കാർ വരുമ്പോൾ എന്തായാലും ആ ഒരു സമയത്തേക്കെങ്കിലും ഒരു വിരക്തത്തിൻ്റെ കടന്നു. ഏത് പാർട്ടിയില്ല തീർന്നു. ആ പാർട്ടികളൊക്കെ, ആ 2 പാർട്ടി കേരളത്തിൽ അസ്തമിച്ചു. ഒരാളെ കൊണ്ടുവന്ന് ഒരു 10 വർഷം മുന്നേ കൊണ്ടുവന്നിരുന്ന കടന്നപ്പള്ളിക്ക് ഒരാളെ കിട്ടായിരുന്നു. അതെ. ഇനി അദ്ദേഹത്തിൻ്റെ പാർട്ടിയില്ല, അദ്ദേഹവും ഇല്ലല്ലോ. അതെ. അത് ശശീന്ദ്രൻ. ഇല്ല, അങ്ങനെ നശിച്ച ബ്രാക്കറ്റ് പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസ് M, B. ഇനി ബിക്ക് ഇനി ആകെ ഉള്ളത് ഒരു അഭയം BJP ആണ്. BJP ഇനി അഭയം കൊടുക്കുമെന്ന് എനിക്കറിയില്ല. വരുന്നവർ വരട്ടെ, നേതാക്കന്മാർ അണികളൊക്കെ വരും, വരട്ടെ. രാഷ്ട്രീയമല്ലേ, ആരും വേണ്ടാന്നൊന്നും പാർട്ടി പറയില്ലല്ലോ. അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ആരെയും തൊട്ടുകൂടായ്മയൊന്നും ഇല്ല ഈ പാർട്ടിക്ക്. അതെ. എന്തായാലും പ്രതീക്ഷിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ അടുത്ത തവണ BJP അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം വികസനവും ഒക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നാലും ഇപ്പോൾ ഇത്ര സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം അകന്ന് വന്നല്ലോ, ഇത്ര ഞങ്ങൾക്ക് അനുവദിച്ചു. ചാനലും നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ. തീർച്ചയായും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 21-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ക്രൂ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതെ, 21-ലെ തെരഞ്ഞെടുപ്പ് നമ്മളോടൊപ്പം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സന്തോഷം ഇങ്ങോട്ട് വന്നതുകൊണ്ട്. ഓക്കെ, നമസ്കാരവും എല്ലാവർക്കും ആശംസകളും. നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകട്ടെ. DNA